സംസ്ഥാനത്തെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ചതിനെ ന്യായീകരിച്ച കേരള ഗവർണർ RV ആർലേക്കർ ഗുരുപൂജ ചടങ്ങ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ഗവർണർ പറയുന്നു. ചടങ്ങിനെ എതിർക്കുന്നവർ ഏത് സംസ്കാരത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ആർലേക്കർ പറയുന്നു. ബാലഗോകുലം പോലുള്ള സംഘടനകളാണ് രാജ്യത്തിന്റെ ശരിയായ സംസ്കാരം തിരിച്ചു കൊണ്ടുവന്നത്. ഗുരുപൂജയുടെ പ്രാധാന്യം എന്തെന്ന് സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമെന്നും ആർലേക്കർ. The patriotism, the nationalism, the honor for our culture, honor for our deeds, our dharma, Sanatana dharma, and all those things are needed to be here. Many a times we say that our generation do not have these teachings. They do not know what is our culture. They do not know what is the puja. They do not know why namaskar has to be done. Who are responsible for this? We all are responsible. Do we have this type of samskara in our family? If we do not have this samskara, then why to blame our children? അതേസമയം ഗവർണർക്ക് മറുപടിയുമായി KSU രംഗത്തെത്തി. പാദപൂജ RSS സംസ്കാരമാണെന്നും ഗവർണറല്ല ആര് പറഞ്ഞാലും അംഗീകരിക്കില്ലെന്നും KSUവിന്റെ നിലപാട്. PR പ്രവീണ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പ്രവീണ, ഇപ്പോൾ പാദപൂജയെ ന്യായീകരിക്കുകയാണ് ഗവർണർ, പക്ഷേ ചുട്ട മറുപടി നൽകുകയാണ് KSU. അതെ, പാദപൂജ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അത് വിദ്യാർത്ഥികളുടെ അന്തസ്സിനെയും അവരുടെ മനസ്സിനെയും ഒക്കെ വ്രണപ്പെടുത്തുന്ന കാര്യമാണ്. അങ്ങനെ മാനസിക പ്രശ്നം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അവരുടെ സംസ്കാരത്തെ വ്രണപ്പെടുത്തുന്നതുമായ രീതിയാണിത്. RSSന്റെ സംസ്കാരമാണ് ഈ പാദപൂജയും കാല് കഴുകലും ഒക്കെ. അത് അംഗീകരിക്കാൻ എന്തായാലും KSUവിനാകില്ല, വിദ്യാർത്ഥികൾക്കുമാകില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ അത് ശക്തമായി എതിർക്കുകയും ചെയ്യുമെന്നാണ് KSU പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇതേ കാര്യം ഉന്നയിച്ച് RSSന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇത്തരം സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് KSU മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർക്കെതിരെയും നിലപാടെടുത്ത് KSU രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം പാദപൂജ കേരള സംസ്കാരത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബാലഗോകുലത്തിന്റെ ചടങ്ങിൽ വെച്ച് ന്യായീകരിക്കുന്നത്.